ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. കുറച്ച് നാളായിട്ട് വെയിറ്റ് ചെയ്ത് നിന്ന ഒരു ദിവസമാണ് കേട്ടോ ഇന്ന്. ഒരു സ്പെഷ്യൽ ഡേ ആണ്. അത് കൂടാണ്ട് ഡീപ്പ് ക്ലീനിങ്ങും ഉണ്ട്. അപ്പോൾ എന്താണെന്നുള്ളതെല്ലാം വീഡിയോ മുഴുവനായി കാണുക. കണ്ടിഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. റമദാൻ മാസം ആകുമ്പോഴേക്ക് ഒരു ഡീപ്പ് ക്ലീനിങ് പതിവുള്ള കാര്യമാണ്. അപ്പോൾ അതിലേക്കുള്ള ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം കൊണ്ട് എല്ലാം ചെയ്ത് തീർക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്നല്ല, അത് നടക്കുന്ന കാര്യമല്ല. അപ്പോൾ ഓരോ ദിവസങ്ങളിലായിട്ട് കുറച്ച് കുറച്ചായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് സ്റ്റാർട്ട് ചെയ്തതാണ്. ഞാനൊരു 8-8:30ൻ്റെ ഉള്ളിലായിട്ട് മുകളിലേക്ക് വന്നിട്ടുണ്ട്. ഫസ്റ്റ് മുകളിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാന്നുള്ള രീതിയിൽ. ഇതൊരു ഉച്ചയായാൽ നല്ല ചൂടായിരിക്കും. അതിനു മുമ്പ് പറ്റുന്ന കാര്യങ്ങളെല്ലാം ഇന്ന് ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്ത് തീർക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ശേഷം എനിക്കൊന്ന് പുറത്ത് പോകാനും ഉണ്ട്. ഉമ്മയും ഞാനും കൂടി മുകളിൽ വൃത്തിയാക്കാമെന്ന് വിചാരിച്ചിട്ട് നിന്നതാ. നമ്മൾ രണ്ടുപേരും കൂടിയിട്ട് ആയാൽ പെട്ടെന്ന് ചെയ്ത് തീരുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഞാൻ തന്നെ ഉമ്മാനോട് പറഞ്ഞ് ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോളും, ഉമ്മ താഴേൽ ഫുഡാക്കലും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്തോന്ന് പറഞ്ഞിട്ട് വന്നതാ. പക്ഷെ ഞാൻ വിചാരിച്ചിട്ടില്ല ഇത് ഇത്രയും പണി പിടിച്ച കാര്യമാണ്. കുറച്ച് ദിവസം മുന്നേ വരെ നല്ല കാറ്റുണ്ടാവും, രാവിലെ തണുപ്പും കാറ്റെല്ലാമായിട്ട്. ഇപ്പം ഇല്ല കേട്ടോ, ഇപ്പം എല്ലാം കുറഞ്ഞിട്ടുണ്ട്. അപ്പം പൊടി പിടിച്ചിട്ട് അങ്ങ് എത്തിയിട്ടുണ്ടേനു. അപ്പോൾ എല്ലാം ഇങ്ങനെ തുടച്ചെടുക്കണം, അല്ലാണ്ട് തട്ടിയാൽ ഇത് വേറെ സ്ഥലത്ത് ഇങ്ങനെ ആകുകയല്ലാണ്ട് ഒന്നും ക്ലീൻ ആവില്ല. അപ്പോൾ തുടച്ചെടുക്കുക തന്നെ വേണം. പിന്നെ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഉദാഹരണത്തിന് ഒരു റൂമിൽ കട്ടിൽ, അലമാര, സോഫ അങ്ങനെയെല്ലാമായിട്ട് സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒരു മാസം കഴിഞ്ഞാൽ, ഒരു മാസത്തിനുള്ളിലായിട്ട് ഞാനത് തിരിച്ച് മറിച്ചിടും. അതങ്ങനെ സെറ്റാക്കി വെച്ചതാണെങ്കിലും എനിക്കത് തിരിച്ച് മറിച്ചിടാനൊരു സമാധാനം ഉണ്ടാവില്ല. ഇപ്പം പിന്നെ ഹംദൻ്റെ ടോയ്സ് ആണ് കേട്ടോ. ഓൾക്ക് വലിയ വലിയ ടോയ്സ് ഒന്നുമില്ല, എല്ലാം ചെറിയ ചെറിയ. അതുകൊണ്ട് അലമ്പായിട്ട് അങ്ങനെ ഉണ്ടാവും. അത് എടുത്തു വെച്ചാലും പിന്നെയും പിന്നെയും ഓള് എടുത്ത് നിരത്തി ഓരോ സ്ഥലത്തായിട്ട്. ഇപ്പം ഞാൻ എവിടെയുള്ള റൂമിലാണെങ്കിൽ അത് അവിടെ സെറ്റാക്കും, റൂമിൽ നിന്ന് എടുത്തിട്ട് ഹോളിലേക്ക് അങ്ങനെ അങ്ങനെ മാറ്റി മാറ്റി കൊണ്ടുവരിക ചെയ്യുക. ഞാനിപ്പോൾ മുകളിൽ വരുമ്പോൾ ഓളെ കൂടെ കൂട്ടിയിട്ടുണ്ട്. ചൊറയാന്ന്, എന്നാലും താഴെയാക്കിയാൽ ഈ ഫോണെല്ലാം കണ്ട് അവിടെ ഇരിക്കുക. അതിനും നല്ല ഇങ്ങനെ മുകളിൽ വന്ന് ഹെൽപ്പ് ചെയ്യാനും അങ്ങനെ അങ്ങ് ഒന്നിച്ച് കളിച്ചോളും. ഈ ഫോട്ടോ എല്ലാം അടുത്ത് പോയി നോക്കുമ്പോൾ അത് മനസ്സിലാകുന്നത് ഈ റൂമിൽ എത്രത്തോളം പൊടിയുണ്ട് എന്നുള്ളത്. എങ്ങനെയാ ഇതിന് മാത്രം പൊടി അകത്ത് കയറുന്നതെന്ന് ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ. ഇതിപ്പോൾ എത്ര തുടച്ച് വെച്ചാലും 1-2 ആഴ്ചൻ്റെ ഉള്ളിൽ ഇത് പഴയ പോലെ തന്നെ ഉണ്ടാവും. എന്തായാലും നമ്മൾ ചെയ്യേണ്ട കാര്യം ചെയ്യണ്ടേ. പിന്നെ നമ്മൾ ഫോട്ടോ ഒന്ന് റൂമിൽ വെക്കുന്നതും ഇതിങ്ങനെ ഫ്രെയിം ആക്കുന്നതൊന്നും നല്ലതല്ല എന്നെല്ലാം പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഈ ഫ്രെയിം ആക്കുന്നതിൽ ഭയങ്കര താല്പര്യമാണ് കേട്ടോ. ഫ്രെയിം ആൽബമെല്ലാമായിട്ട് സൂക്ഷിക്കുന്നത്. നമ്മൾ ഫോണിലാകുമ്പോൾ എപ്പോൾ ഇത് പോന്ന് ഫോൺ കേടാന്ന് പിന്നെ ഫോട്ടോസ് എല്ലാം പോവില്ലേ. ഇതാകുമ്പോൾ ആ ഓർമ്മ എപ്പോഴും അതുപോലെ തന്നെ ഉണ്ടാവും. കുറച്ച് കാലം കഴിയുമ്പോൾ അത് നമുക്ക് എടുത്തു നോക്കുമ്പോൾ അത് നല്ലൊരു മെമ്മറി ആയിട്ട് ഉണ്ടാവും. അതുപോലെ ഹംദൻ്റെ 1-2 വയസ്സിലുള്ള ആ ഒരു ഫോട്ടോസെല്ലാം ഞാൻ ചെറിയൊരു ആൽബമായിട്ട് സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ എടുത്ത് നോക്കുമ്പോൾ അന്ന് എങ്ങനെയായിരുന്നു എന്നുള്ള ആ ഒരിതും നല്ല രസമാണ് കേട്ടോ. എനിക്കതിനോടെല്ലാം ഭയങ്കര താല്പര്യമാണ്. പിന്നെ എൻ്റെ സൗണ്ട് ഇപ്പോൾ പോയി കിടക്കുക. അതാണ് മാക്സിമം സൗണ്ട് എടുത്തിട്ടാണ് ഞാൻ വോയിസ് കൊടുക്കുന്നുള്ളത്. അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. എൻ്റെ വ്ളോഗ് കാണുന്നവർക്ക് മനസ്സിലാവും, ഞാനിത് ഇടയ്ക്കിടെ ഇങ്ങനെ പറയാറുണ്ട്. ഇപ്പം അങ്ങനെ മൈൻഡ് ആക്കലില്ല. അങ്ങനെ അലമാരിൻ്റെ മുകളിലെല്ലാം ക്ലീൻ ആക്കുമ്പോൾ ഞാനിങ്ങനെ 1-2 ഫ്ലവറെല്ലാം കണ്ടത്. ഇത് കല്യാണത്തിന് ആരൊക്കെയോ ഗിഫ്റ്റ് തന്നതാണ്, ആരാന്ന് തന്നെ ഓർമ്മയില്ല. ഈ വ്ളോഗ് കാണുന്ന ആരെങ്കിലും ആണെങ്കിൽ ഒന്ന് പറയണേ, ആരാന്നറിയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ 1-2 ഒന്നല്ലേനു കേട്ടോ. മുന്നേ കുറച്ചും കൂടി ഉണ്ടായിരുന്നു. എൻ്റെ അടുത്തുനിന്ന് പൊട്ടിപ്പോവും എല്ലാം ആയിട്ട്. പണ്ട് ഇതല്ലല്ലേ, ഫ്ലവറല്ലല്ലേ കൊടുക്കുക. ഇപ്പോൾ ഞാനത് എടുത്ത് മാറ്റിയാന്ന്. എന്താണെന്ന് വെച്ചാൽ ഫുള്ള് പൊടിയായിട്ടുള്ള, നമ്മൾ ഫ്ലവറെല്ലാം കാണുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നുണ്ടാവും അതിൻ്റെ കളറെല്ലാം മാറിയിട്ട് ഫുള്ള് പൊടിയാന്ന് കേട്ടോ. അതിൻ്റെ കളറ് മാഞ്ഞതല്ല. പിന്നെ ഇത് ഞാൻ കൊറോണ ടൈമിലോ അങ്ങനെ പണ്ട് ഉണ്ടാക്കിയതാണ്. അതെല്ലാം കളയാനാട്ടാ, ഇനി ഒന്നും വെക്കണ്ട എന്നുള്ള രീതിയിൽ. അന്നേരം വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഓരോ ചെറിയ പണികളായിട്ട് അങ്ങനെ നേരം കൂടാൻ വേണ്ടിയിട്ട് ആക്കിയതാണ്.
അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇതാ സെറ്റ് ചെയ്ത് ക്ലീൻ ആക്കി കൊണ്ടുവരുന്നുണ്ട്. ആദ്യം അവിടെ നമ്മളൊരു പഴയ ടിവി സ്റ്റാൻഡ് ആയിരുന്നു. അത് ഞാൻ മാറ്റിയിട്ട് വേറെ രീതിയിൽ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അയൺ ടേബിളെല്ലാം വെക്കുന്നുണ്ട്. ആ, അത് കഴിഞ്ഞ് ഇനി കുറച്ച് കാലം കഴിയുമ്പോൾ ഇനി പഴയ പോലെയോ അല്ലെങ്കിൽ സോഫ സെറ്റോ അങ്ങനെയെല്ലാം ആയിട്ട് മാറി മാറി വരും കേട്ടോ. അങ്ങനെ മുകളിൽ ഒരുവിധം ക്ലീൻ ആക്കി സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. മുഴുവനായിട്ടുള്ള ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. ഇനി വീഡിയോ എടുക്കാൻ നിന്നാൽ പിന്നെ എൻ്റെ പണി നടക്കൂല. നല്ല ലേറ്റ് ആവും. അതുകൊണ്ട് ഞാൻ ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് കാണിച്ചു തന്നതാണ്. അങ്ങനെ അടിച്ചു വാരി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി തുടക്കലും ബാക്കി കാര്യങ്ങളും നാളത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ലേ ഒരു ദിവസം കൊണ്ട് എല്ലാം നടക്കൂലാന്ന്. പിന്നെ ഇനി ഇന്ന് അതും കൂടി ചെയ്താൽ ഇനി ഇന്ന് നോക്കണ്ട. ഇപ്പം തന്നെ 2, 2:30 ആയിട്ടുണ്ട്. ഇനി നിന്നാൽ നല്ല ലേറ്റ് ആവും. പിന്നെ ഞാൻ ഉച്ചയാകുമ്പോഴേക്കന്നെ എല്ലാം കഴിഞ്ഞിട്ട് താഴേക്ക് ഇറങ്ങണമെന്ന് വിചാരിച്ചേനു. എന്താന്ന് വെച്ചാൽ നല്ല ചൂടും വെയിലും വന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു ടൈമിലേക്ക് താഴെ ഇറങ്ങിയിട്ടില്ലെങ്കിൽ ശരിയാവൂല ട്ടോ. ഇത് പിന്നെ ഞാൻ തലേ ദിവസം എടുത്ത ഒരു വീഡിയോ ആണ്. അന്നേരം സ്കൂളിലെ പ്രോഗ്രാം ആനുവൽ ഡേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 30, 31 പ്രോഗ്രാം ഉള്ളത്. ഹംദൻ്റെ പ്രോഗ്രാം 13 അപ്പോൾ അന്ന് ഉച്ചയ്ക്ക് ഞങ്ങൾ ഹംദനെ കൊണ്ടുവിടാൻ പോയതാണ് കേട്ടോ. സ്കൂളിൽ 1 മണിക്കേക്ക് ഞങ്ങൾ സ്കൂളിലേക്ക് എത്തിക്കണം. അങ്ങനെ അവൾ പ്രോഗ്രാം 4, 5 മണി ആ ഒരു ടൈമിലേക്ക് ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. 4 മണിക്ക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ നല്ല സന്തോഷവും സങ്കടം എല്ലാം ആയിട്ടുള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ. സ്കൂളിൻ്റെ അടുത്തായിട്ടാണ് എൻ്റെ ഒരു കസിൻ്റെ വീടുള്ളത്. അപ്പോൾ ഞാൻ അവിടേക്ക് പോയിട്ട് വൈകുന്നേരം വീട്ടിലേക്ക് പോയിട്ട് വരുമ്പോൾ നല്ല ലേറ്റ് ആവും. അതുകൊണ്ട് ഞാൻ അവിടെ നിന്നിട്ട് അവിടുന്ന് സ്കൂളിലേക്ക് പോവുകയാണ് ചെയ്തത്. പിന്നെ 4 മണിയാകുമ്പോഴേക്കും എൻ്റെ സിസ്റ്ററും ഉമ്മയും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. നമ്മളിവിടെ എത്തുമ്പോഴേക്ക് പ്രോഗ്രാമൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല കേട്ടോ. ടൈം ആവുന്നതേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ഞാൻ ഫസ്റ്റ് ടൈമല്ലേ, എനിക്ക് കറക്റ്റ് ടൈമിന് തന്നെ എത്തണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ എത്തി മെല്ലെ മെല്ലെ പ്രോഗ്രാമെല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. And Allah from Satan. In the name of Allah, Moses, Moses. കിട്ടിയോ? നെക്സ്റ്റ് 2 ഡിജിറ്റ് ചോദിക്കട്ടെ. Do that 0. Add 11, add 55, add 33, plus 11, plus 55, plus 22, add 66, plus 22, plus 55, add 54, add 45, plus 55, plus 44, add 99, plus 11, plus 55. കിട്ടീനോ? Welcome dance is sure to brighten up your day. So let's give a thunderous applause to our little rock stars as they take the stage to perform a spectacular welcome dance. അങ്ങനെ ഒരുപാട് നേരം വെയിറ്റ് ചെയ്തിട്ട് ഹംദൻ്റെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വെൽക്കം ഡാൻസ് ചെയ്യുന്നു. സത്യം പറയുകയാണെങ്കിലേ ഓള് ഫസ്റ്റ് ടൈമാണ് സ്റ്റേജ് പ്രോഗ്രാം. അപ്പോൾ എനിക്കിത് കാണുമ്പോൾ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ആദ്യം വീട്ടിൽ നിന്ന് വരുമ്പോൾ. എന്താ കളിക്കോ ഇല്ലയോ എന്നെല്ലാം ഒരു ആക്റ്റീവ് അല്ലാത്ത ഒരു മോളായിരുന്നു. അപ്പോൾ ഓളിങ്ങനെ കളിക്കോ ഇല്ലയോ എന്നെല്ലാം കളിക്കൂല എന്നെല്ലാം ഇങ്ങനെ വീട്ടിൽ നിന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ എത്തിയിട്ട് കണ്ടു നോക്കുമ്പോൾ മാഷാ അല്ലാ ഓള് നന്നായിട്ട് കളിക്കുന്നുണ്ട്. പിന്നെയാണെങ്കിൽ ശരിക്കും പറയാം കണ്ണ് നിറഞ്ഞു കേട്ടാ. നമ്മൾ ഫസ്റ്റ് ടൈം ആണല്ലോ നമ്മളെ മക്കളിങ്ങനെ കളിക്കുന്നതാണ്. അത് ഒരു പാരൻസിന് പറഞ്ഞാൽ മനസ്സിലാവും.
ഇങ്ങനെ ഫസ്റ്റ് ടൈമെല്ലാം സ്റ്റേജ് പ്രോഗ്രാമെല്ലാം കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം അത് വേറെ തന്നെയാണ്. വീട്ടിൽ പാട്ടൊക്കെ വെച്ച് ഡാൻസ് ചെയ്യാനെല്ലാം പറഞ്ഞാൽ ഒക്കെ നാടാണ്. പിന്നെ എല്ലാവരോടും സംസാരിക്കില്ല. ഒക്കെ നല്ലപോലെ പരിചയമുള്ള ആൾക്കാരോട് മാത്രം വീട്ടിൽ, എൻ്റെ വീട്ടിൽ, റഷ്യൻ്റെ വീട്ടിൽ അങ്ങനെ മാത്രം ആരോടും സംസാരിക്കില്ല. ഒരു ആക്റ്റീവ് അല്ലാത്ത ഒരാളേനു. Play of talent and energy. Truly a feast for the eyes. These little stars. ഹംദൻ്റെ പ്രോഗ്രാം ഏതായാലും 6 മണിൻ്റെ ഉള്ളിലായിട്ട് കഴിഞ്ഞോണ്ട് ഭാഗ്യം അധികം നേരം ഇരിക്കേണ്ട വന്നിട്ടില്ല. ഇന്ന് ഏതായാലും ഫുള്ളായിട്ട് കാണാൻ നിൽക്കുന്നില്ല. ഒരു 12 മണി 1 മണി വരെ ഉണ്ടാവും കേട്ടോ. നാളെ ഏതായാലും സിസ്റ്ററിൻ്റെ മക്കളെ പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ എന്തായാലും ലേറ്റ് ആവും. ഇന്ന് കുറച്ച് നേരത്തെ പോയിട്ട് നാളെ ഏതായാലും ഇരിക്കണ്ടേ, ലേറ്റ് ആവുമല്ലോ. ഇന്ന് വേഗം ഇറങ്ങാമെന്ന് വിചാരിച്ച്. പിന്നെ അമ്മക്ക് കഴിക്കാനുള്ള ഫുഡ് ബാഗിലുണ്ട്, കൊടുത്തു വിട്ടിട്ടുണ്ട്. ബിരിയാണി ഉണ്ടാവും. അതിനി ഇവിടുന്ന് കഴിക്കാൻ നിൽക്കുന്നില്ല, നമ്മളിവിടെ ഇരിക്കുന്നില്ലല്ലോ. അങ്ങനെ ഇത് പിറ്റേ ദിവസമാണ് നമ്മൾ വീട് സ്കൂളിലേക്ക് പോകാൻ. ഞങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഒരു കസിൻ്റെ വീടുണ്ട് അവിടെ സ്കൂളിൻ്റെ അടുത്ത്. റഷ്യയിലുള്ള ടൈമിൽ ഹൗസ് വാമിങ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ആ വീട് സ്കൂളിൻ്റെ അടുത്തായിട്ടാണ്. അങ്ങനെ അവിടെ പോയി അവിടുന്ന് ഒരു 8 മണി ആ ഒരു ടൈമിനാണ് ഇവരെ പ്രോഗ്രാം ഉണ്ടാകുക എന്ന് പറഞ്ഞത്, സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ 8 മണിയാകുമ്പോഴേക്ക് ഞങ്ങൾ സ്കൂളിൽ എത്തിയിട്ടുണ്ട്. നല്ല ആളും തിരക്കേനു കേട്ടോ. നമുക്ക് സീറ്റ് തന്നെ കിട്ടുമെന്ന് വിചാരിച്ചിട്ടില്ല, അത്രക്കും ആളും തിരക്കേനു. അതിൻ്റെ ഇടയ്ക്ക് ഹംദയ്ക്ക് ഈ ബലൂൺ വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് വാങ്ങാൻ വന്നിട്ടുണ്ട്. പിന്നെ ഇന്ന് എൻ്റെ കസിനില്ലേ മുഫീദ, ഓളുണ്ട്. ഓളുള്ളതുകൊണ്ട് വലിയ ബോറടിയൊന്നും ഉണ്ടാവില്ല. പണ്ട് മദ്രസയിൽ ഈ നബിദിനത്തിൻ്റെ പരിപാടികളുണ്ടാവില്ലേ, അന്നേരം നമ്മൾ ഒന്നിച്ചുണ്ടാകുക. അപ്പോൾ ആ ഒരു ഓർമ്മ പോലെ ഉണ്ടേനു. പിന്നെ സ്കൂളിലെ പരിപാടി കലോത്സവം, അങ്ങനെയുള്ള കലോത്സവത്തിന് നമ്മൾ ഒന്നിച്ചുണ്ടായിട്ടില്ല. അങ്ങനെ 1-2 പരിപാടിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ 5-6 വർഷമായി കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇപ്പാന്ന് അങ്ങനെ കൂടുന്നത്. നല്ല രസമുണ്ടായിരുന്നു. So now I call upon KV Bashir sir, PTA President, to distribute the prizes. അങ്ങനെ കുറച്ച് നേരം തന്നെ നാഫിൻ്റെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ലെഫ്റ്റ് സൈഡ് ഫസ്റ്റ് ഉള്ളത് ഒരാളാണ് കേട്ടോ. നാഫിൻ്റെ പിന്നെ ഞങ്ങൾ ഇത് 3-ാമത്തെ വർഷമാണ്. അവൻ്റെ 3 പ്രോഗ്രാമിനും വന്നിട്ടുണ്ട്. ഇവിടെ സ്റ്റാൾ ഉണ്ടായിരുന്നു. ഓരോന്ന് ഫുഡ് ഐറ്റംസ് എല്ലാം നമ്മൾ ടേസ്റ്റ് ചെയ്യാനും ട്രൈ ചെയ്യാനെല്ലാം പോയതാ. ആ ഭാഗത്തിലെ പോയി നോക്കുമ്പോൾ അടുക്കാൻ പറ്റുന്നില്ല കേട്ടോ, അങ്ങനെ തിരക്കിയിരുന്നു. നമ്മൾ കുറേ നേരം അവിടെ നിന്ന് വീഡിയോ എടുക്കാനും ഒന്നിനും പറ്റൂല, അങ്ങനെ തിരക്കിയിരുന്നു. പിന്നെ ഞങ്ങൾ ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങിയിട്ട് തിരിച്ച് വന്ന് അങ്ങനെ 1-2 തവണ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞങ്ങൾക്കൊന്നും വാങ്ങാൻ പറ്റിയിട്ടില്ല, നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ പ്രോഗ്രാമെല്ലാം കണ്ട് പിന്നെ ഒരു 11 മണി 11:30 ആകുമ്പോൾ ഞങ്ങൾ അവിടുന്ന് പോയിട്ടുണ്ടായിരുന്നു. ഇനി നിന്നാൽ നല്ല ലേറ്റ് ആവും, നമ്മൾ വീട്ടിലെത്തണ്ടേ. സിസ്റ്റർ പിന്നെ വീട്ടിലേക്ക് വരുന്നില്ല എന്ന് വെച്ചാൽ, അപ്പോൾ നമ്മൾ വേഗം തന്നെ പോകാമെന്ന് വിചാരിച്ച്
ഇന്നത്തെ ഒരു വ്ളോഗ് പിന്നെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ഇടുക. പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാല്ലാ നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. താങ്ക് യു, ബൈ.